ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വിവരാവകാശ നിയമം അട്ടിമറിക്കാൻ ചീഫ് സെക്രട്ടറി ഇടപെട്ടു എന്ന ഗുരുതരാരോപണവുമായി എൻ പ്രശാന്ത് IAS. ചീഫ് സെക്രട്ടറി ജയതിലക് ഇൻഫർമേഷൻ ഓഫീസർമാരെ വിളിപ്പിച്ചുവെന്നും അവർക്ക് നിയമവിരുദ്ധമായ നിർദ്ദേശം നൽകിയുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻ പ്രശാന്ത് ആരോപിക്കുന്നത്. വ്യാജരേഖകൾ ജയതിലക് അപ്ലോഡ് ചെയ്തുവെന്നും പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. TV പ്രസാദ് വിവരങ്ങളുമായി. TV പ്രസാദ്, ഇപ്പോൾ വീണ്ടും ചീഫ് സെക്രട്ടറിക്കെതിരെ എൻ പ്രശാന്ത് IAS പ്രതികരിച്ചിരിക്കുകയാണ്. ഇത്തവണ എന്താണ് ഫേസ്ബുക്കിൽ പറയുന്നത്? സ്മൃതി, ജയതിലക് ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് എൻ പ്രശാന്ത് ഉന്നയിച്ചിരിക്കുന്നത്. അതും ചീഫ് സെക്രട്ടറി ജയതിലകിൻ്റെ ഫോട്ടോയോട് കൂടിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇത് മാത്രമല്ല, ഇത് ഗുരുതര സ്വഭാവമുള്ള ഒരു ആരോപണമാണ് പ്രശാന്ത് ഉന്നയിച്ചിരിക്കുന്നതും. ഇന്ന് പണിമുടക്ക് ദിവസം സെക്രട്ടേറിയറ്റിലെ മുഴുവൻ വിവരാവകാശ ഓഫീസർമാരെയും വിളിച്ചു വരുത്തി എൻ പ്രശാന്ത് നൽകിയ വിവരാവകാശ അപേക്ഷകൾക്ക് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് അത് തന്നെ കാണിച്ചതിന് ശേഷം മാത്രമേ മറുപടി കൊടുക്കാവൂ എന്ന നിർദ്ദേശം ചീഫ് സെക്രട്ടറിയായ ജയതിലക് കൊടുത്തു എന്നാണ് പ്രശാന്ത് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. മാത്രമല്ല, വിവരാവകാശ നിയമത്തിൻ്റെ പരമാവധി സമയപരിധി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ മറുപടി കൊടുക്കാവൂ. അതിൻ്റെ അർത്ഥം പരമാവധി വൈകിപ്പിക്കണം. ഇത്തരം കാര്യങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് പ്രശാന്ത് പറയുന്നു. കേസ് വരും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ജയതിലക് പറയുന്നത് കേട്ട് ചൂട് ചോറ് വാരാൻ നിൽക്കരുത് എന്ന് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നതും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ IAS തർക്കം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ജയതിലകിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിൻ്റെ പേരിലാണ് എൻ പ്രശാന്ത് ഇപ്പോഴും സസ്പെൻഷനിൽ തുടരുന്നത്. അന്ന് എൻ പ്രശാന്ത് ചെയ്യാത്ത കുറ്റം ചെയ്തു എന്നാരോപിച്ച് ഒരു റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് മാതൃഭൂമി പത്രത്തിന് ചോർത്തി കൊടുത്തു എന്ന ആരോപണമാണ് പ്രധാനമായും പ്രശാന്ത് ഉന്നയിച്ചത്. ഉന്നതിയിലുള്ള സമയത്ത് അവിടെ നിന്ന് മാറുമ്പോൾ അവിടുത്തെ ഫയലുകൾ കൈമാറിയില്ല എന്ന ആരോപണമായിരുന്നു അന്ന് റിപ്പോർട്ടായി ജയതിലക് മുന്നോട്ട് വെച്ചത്. പക്ഷേ മന്ത്രി ഓഫീസിൽ നിന്നന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി ആ റിപ്പോർട്ടുകളെല്ലാം, ആ ഫയലുകളെല്ലാം തന്നതിന് ശേഷമാണ് പ്രശാന്ത് പോയത് എന്ന്. ഇതടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ വലിയ അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. അത് വിവരാവകാശ നിയമപ്രകാരം തെളിയിക്കുന്നതിന് വേണ്ടിയാണ് താൻ ശ്രമിച്ചത്. ഫയലുകളിൽ കൃത്രിമം വരുത്തിയിട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി താൻ കൊടുത്ത വിവരാവകാശ അപേക്ഷയിൽ കൈകടത്താൻ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ജയതിലകിന് അധികാരമില്ല. ഇത് നിയമവിരുദ്ധമായ നീക്കമാണെന്നും പ്രശാന്ത് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയാണ്. സ്മൃതി, ചീഫ് സെക്രട്ടറി പരസ്യ പ്രതികരണത്തിനൊന്നും തയ്യാറായേക്കില്ല. പക്ഷേ പ്രശാന്ത് IAS ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് ഒരുപക്ഷെ ശരിയായ ആരോപണവുമായിരിക്കാം. പക്ഷേ അതിനുള്ള തെളിവുകൾ ഒന്നും നിരത്താനില്ലല്ലോ. ഇതൊരു ആരോപണമായി മാത്രം അത് മാറില്ലേ? അങ്ങനെയെങ്കിൽ എന്താണ് ഈ കാര്യത്തിൽ പ്രശാന്ത് മുന്നിൽ കാണുന്നത് എന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ. സംസാരിക്കാൻ കഴിഞ്ഞോ പ്രസാദിന്? ഇതിനകത്ത് സ്മൃതി പറഞ്ഞതുപോലെ ഇതിൽ ചീഫ് സെക്രട്ടറിയുടെ ഒരു വിശദീകരണം നമുക്ക് തേടേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ സമീപിച്ചിരുന്നു, പക്ഷേ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ചീഫ് സെക്രട്ടറിയുടെ ഒരു വിശദീകരണം തരുമെങ്കിൽ അത് നമ്മൾ ഉറപ്പായും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കും. കാരണം അത്യന്തം ഗുരുതര സ്വഭാവമുള്ളതാണിത്. വിവരാവകാശ നിയമത്തിൽ അതിൻ്റെ പരിധിയിലല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ കൈകടത്തുന്നു എന്നൊരു ആരോപണം ഒരാൾ ഉന്നയിച്ചാൽ, ഒരു സാധാരണ മനുഷ്യൻ പോലുമല്ല, IAS ഉദ്യോഗസ്ഥനാണ്, ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു അലയൊലി വലുതായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇന്ന് വിവരാവകാശ ഓഫീസർമാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രശാന്ത് പറയുന്നത്. ഉറപ്പായും അതിനുള്ള തെളിവുകൾ കയ്യിൽ വെച്ചതിന് ശേഷമായിരിക്കും ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഭിഭാഷകൻ കൂടിയാണ് IAS പ്രശാന്ത് എന്നുള്ളത്. സമീപകാലത്ത് വന്ന ആരോപണങ്ങളിൽ വെച്ച് ഏറ്റവും ഗുരുതരമായതും ചീഫ് സെക്രട്ടറി ആയതിനു ശേഷമുള്ള ചീഫ് സെക്രട്ടറിയായ ഇപ്പോൾ ജയതിലക് നേരിടുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നായി ഇത് മാറുന്നു എന്നതാണ് സ്മൃതി. എന്തായാലും ഇതിൻ്റെ തെളിവുമായി ഇനിയിപ്പോൾ പ്രശാന്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന കാര്യം ഉറപ്പുമാണ്. സസ്പെൻഷൻ പിൻവലിക്കാൻ മുൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തീരുമാനമായ ശേഷം അത് അട്ടിമറിച്ചിരിക്കുന്നു പുതിയ ചീഫ് സെക്രട്ടറി എന്ന വിവരം അടക്കം നേരത്തെ പുറത്തു വന്നാണ്. ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ഒരു കാര്യങ്ങളും എൻ പ്രശാന്ത് IAS കിട്ടാതിരിക്കാനുള്ള ശ്രമങ്ങളും ചീഫ് സെക്രട്ടറി നടത്തി എന്ന വിവരമാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ എൻ പ്രശാന്ത് വെളിപ്പെടുത്തുന്നത്. വ്യാജരേഖകൾ ജയതിലക് അപ്ലോഡ് ചെയ്തുവെന്നും പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ ആരോപിക്കുന്നു.